ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ആർമി ക്വാർട്ടറിൻ്റെ ഹോം ടൂറാണ് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ഇത്ര ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എങ്ങനെ തുടങ്ങണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും നോക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ക്വാർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഒരുപാട് മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടിച്ച് വാരാനും ഒരുപാടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗം. പിന്നെ നേരെ ഗേറ്റ് വരുന്ന ഇതാണ് മുന്നിലെ ഭാഗം. പിന്നെ ഇത് അജിയേട്ടൻ്റെ ഗാർഡനാണ്. അജയേട്ടൻ തന്നെയാണ് നനയ്ക്കുന്നതും വളർത്തുന്നതും എല്ലാം അജയേട്ടൻ തന്നെയാണ്. ഞാൻ പൊതുവെ ഇതിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഞങ്ങളുടെ ഈ ഒരു കോമ്പൗണ്ടിൽ 4 ക്വാർട്ടേഴ്സാണ് വരുന്നത്. മേലെ 2 താഴെ 2 4 ക്വാർട്ടേഴ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ വെൽക്കം ടു അവർ സീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഡോറ് കാണാം. ഒന്ന് ഇവിടെയും കാണാം, ഒന്ന് ഇവിടെയും കാണാം. ഇത് ഒരു റൂമിലേക്ക് നേരിട്ട് കയറുന്ന ഡോറാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗം തീരെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിന് തൊട്ടടുത്താണ് ഷൂ റേക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല വെയിലാണ് ഇവിടെ. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് വെയിലായിട്ട് നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു പേരക്കമരമുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ക്വാർട്ടറിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു നെറ്റിൻ്റെ ഒരു ഡോറ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഡോറ് വരുന്നത്. അത് മറ്റേ റൂമിലേക്ക് കയറുന്ന ഡോറിനും ഉണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ ഡോറിനും ഇങ്ങനെ 2 ഡോറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ലിവിങ് റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ഉള്ള ലിവിങ് റൂമാണ്. ഇവിടെ എൻ്റെ ഒരു പ്രാർത്ഥന ഏരിയ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഈവനിങ് ഞാൻ ഇവിടെയാണ് വിളക്ക് കത്തിക്കാറുള്ളത്. പിന്നെ ഇതൊക്കെ അജയേട്ടൻ്റെ ഒരു കലാവിരുതുകളാണ്. അജയേട്ടൻ കുറച്ച് ക്രിയേറ്റിവിറ്റി നടത്തുന്ന ആളാണ്. അപ്പോൾ ഇതിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത്. ഞങ്ങളുടെ കുറേ ഫോട്ടോസും കല്യാണത്തിന് മുന്നുള്ളതും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളതുമായിട്ടുള്ള കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അജയേട്ടൻ ചെയ്തൊരു വർക്കാണ്. ഇവിടെ ഈ ഒരു സാധനം ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബാക്കോട്ട് മാറ്റി വെച്ചതാണ്. അതേപോലെ തന്നെ ഇത് 2 ഫിഷ് ഉണ്ട് ഇതിൽ. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു ബെഡ് ഇട്ടിക്ക്, ഒരു സിംഗിൾ ബെഡ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ കിടക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഉറങ്ങാറ്. അപ്പോൾ ഇതും അജയേട്ടൻ ചെയ്തൊരു പെയിൻറ്റിങ് വർക്കാണ്. ഇത് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അജയേട്ടന് കൊടുത്ത ബൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒന്നും ആവാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിവിങ് ഏരിയ ആണ്. പിന്നെ ഈ ലിവിങ് ഏരിയയിൽ തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്കൊരു ഡോറുണ്ട്. പക്ഷെ ഞങ്ങളത് യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ വേറൊരു ഡോറുള്ളത് അവിടെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ആ ഡോറ്. പിന്നെ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. പക്ഷെ നമുക്കതിന് മുന്നേ ഞങ്ങൾ ബെഡ്റൂം കാണാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കാണാനും നല്ല വലിയൊരു ബെഡ്റൂമാണ്. വലിയൊരു കബോർഡ് ഉണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് കബോർഡാണ് ഇവിടെ വരുന്നത്. പിന്നെ വലിയൊരു മിററും വരുന്നുണ്ട്.
പക്ഷെ ഇത്രയും വലിയ കബോർഡ് ഉണ്ടായിട്ടും ആകെ ചെറിയ 2 ഷെൽഫേ ഉള്ളൂ. അത്ര സ്പേസും കാര്യങ്ങളൊന്നുമില്ല ഈ ഷെൽഫിന്. അപ്പോൾ നമുക്ക് ആകെ ഈ ഒരു ക്വാർട്ടേഴ്സിൽ ഈ ഒരു ഷെൽഫ്, 2 ഷെൽഫ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ ആണ് വരുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഒരു TV ഉണ്ട്. പിന്നെ എല്ലാവരും വിചാരിക്കും എന്തിനാ അവിടെ നെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടേന്ന്. ഇവിടെ കൊതുകിൻ്റെ നല്ല ശല്യമുണ്ട്. അപ്പോൾ നെറ്റും ഈ ഒരു ബാറ്റും ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ടേബിൾ ഉണ്ട് ഇവിടെ, സ്റ്റഡി ടേബിൾ, അതിനൊരു ചെയർ ഉണ്ട്. പിന്നെ ഈ ജനലിൻ്റെ അപ്പുറത്തൊരു കൂളർ ഉണ്ട്. കാരണം ഇവിടെ ഭയങ്കര ചൂടായതിനെക്കൊണ്ട് എല്ലാ ക്വാർട്ടേഴ്സിലും ഈ കൂളർ കാണും. അതേപോലെ തന്നെ തണുപ്പ് കാലമാകുന്ന സമയത്ത് എല്ലാ ക്വാർട്ടേഴ്സിലും റൂം ഹീറ്ററും കാണും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ആ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഡോറ് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഡോറ് ഞങ്ങൾ തുറക്കലില്ല എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് നേരിട്ട് പോയാൽ ബാത്റൂമിലേക്കും വാഷ് ബേസ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കൊക്കെ പോകുന്ന സുഖം കൊണ്ട് ഞങ്ങൾ ഈ ഡോറ് തീരെ തുറക്കാറില്ല. അങ്ങനെ ഇതാണ് ഡൈനിങ് ഏരിയ. അപ്പോൾ ഈ ഭാഗത്താണ് ടോയ്ലറ്റും ബാത്റൂമും വരുന്നത്. അത്യാവശ്യം വലിയ ടോയ്ലറ്റ് ബാത്റൂം തന്നെയാണ്. ടോയ്ലറ്റ് യൂറോപ്യൻ ക്ലോസറ്റാണ് യൂസ് ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ എന്താ പറയുക, ലിക്വിഡ് ഐറ്റംസ്, ഓയിൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കൽ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു മിററുണ്ട്. അത്യാവശ്യം വലിയൊരു മിറർ തന്നെയാണ്. എന്താ ചിലവർ പട്ടാളക്കാർക്ക് ഡെയിലി ഷേവ് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും ഈ മിറർ ഭയങ്കര ആവശ്യമാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു മിറർ തന്നെയാണത്. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെച്ചത്. ഇത് പുറത്തേക്കുള്ളൊരു ഡോറാണ്. പക്ഷേ ഞങ്ങളിത് തീരെ യൂസ് ചെയ്യാറില്ല. കാരണം ഞങ്ങൾ ബാക്ക് സൈഡ് തീരെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഈ ഡോറിന് മുന്നിലും നേരത്തെ ഫ്രണ്ടിലൊക്കെ കാണിച്ചതുപോലെ തന്നെയുള്ള ഒരു നെറ്റിൻ്റെ ഡോറും ഉണ്ട്. പക്ഷെ ഞങ്ങളിത് തീരെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടം മുതൽ അങ്ങറ്റം വരെ കംപ്ലീറ്റ് ജനലാണ്. അതുകൊണ്ട് നല്ല വെളിച്ചം എവിടേക്ക് കിട്ടും. കംപ്ലീറ്റ് ജനലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഞങ്ങൾ 2 പേര് മാത്രം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് അത്യാവശ്യം വലുത് തന്നെയാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ അച്ചാറുകളുണ്ട്. പിന്നെ ഒന്ന് എൻ്റെ കുപ്പി, ഒന്ന് ഏട്ടൻ്റെ ബോട്ടിൽ. അങ്ങനെ എന്താ വെച്ചാൽ എപ്പോഴും എല്ലാവരും നല്ല വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഇത് നേരത്തെ ഞങ്ങളുടെ റൂം പോലെ തന്നെ മറ്റൊരു റൂമാണ്. ഞാൻ ഈ റൂം അധികം കാണിക്കുന്നില്ല. കാരണം ഈ റൂം അങ്ങനെയാണ് കിടക്കുന്നത് കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ ഇവിടെയാണ് കൊണ്ടുവച്ച് വെക്കാറുള്ളത്. എന്താ വെച്ചാൽ തുണി ഇടുന്നതും അതേപോലെ തന്നെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ റൂമിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ റൂമിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റൂം കാണിക്കാത്തത്. പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് ജനലാണെന്ന്. ഇവിടുന്ന് നേരെ നോക്കിയാൽ പാർക്കിലോട്ട് കാണാം. തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക് വരുന്നത്. പിന്നെ ഈ കിച്ചണിന് ഇതേപോലെ തന്നെ ഒരു ഡോറുണ്ട്. പിന്നെ ഇതാണ് കിച്ചണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ ഗ്രോസറി ഐറ്റംസ് കംപ്ലീറ്റ് ഞാൻ വെക്കാറുള്ളത്. കാരണം ഇവർക്ക് റേഷൻ കാര്യങ്ങൾ ഒരുപാട് കിട്ടുന്നതിനെ കൊണ്ട് ഒരുപാട് ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കിട്ടും. അങ്ങനെ ആ ഒരു ഏരിയ ആണ്, ഗ്രോസറി ഏരിയ ആണ് ഇവിടെ. പിന്നെ ഇവിടെ കുടിക്കാനും ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളം ഞങ്ങൾ പുറത്തുനിന്ന് ഇവരെ യൂണിറ്റിൽ തന്നെ വാങ്ങാറാണ്. പിന്നെ ഇവിടെ താഴെ തന്നെ ഒരുപാട് ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ 2 പൈപ്പ് ഉണ്ട്. ഇതിൽ ഒരു പൈപ്പിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. മറ്റേ പൈപ്പിൽ ഡെയിലി 3 സമയത്തെ വെള്ളം വരാറുള്ളൂ. അതായത് പുലർച്ചയ്ക്ക് ഒരു ടൈമിൽ 2 മണിക്കൂർ, ഉച്ചയ്ക്ക് 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, അങ്ങനെ 3 സമയങ്ങളിലായിട്ടാണ്
വെള്ളം വരുന്നത്. അതേപോലെ തന്നെ ബാത്റൂമിലും അങ്ങനെ ഒരു പൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഈ വാഷ് ബേസ് ഏരിയയിൽ വരുന്ന ഇതിലും ഒരു ചൂടുള്ള വെള്ളം വരാനും തണുത്ത വെള്ളം വരാനുള്ള 2 പൈപ്പുകളുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ. എന്താ പറയുക, ഞങ്ങൾ അധിക പാർട്ടികളും കാര്യങ്ങളും ഞങ്ങൾ മലയാളി ഫാമിലീസിൻ്റെ അധിക പരിപാടികളും ഞങ്ങൾ ഇവിടെ വെച്ചാണ് നടത്താറുള്ളത്. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഇങ്ങനെയാണ്. നല്ല വെയിലാണ് ഇപ്പോൾ, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആർമി ക്വാർട്ടേഴ്സിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ബൈ.